നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് 6 വേൾഡ് കപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. യെസ്, ഐ ആം ബാക്ക് എന്ന് ക്രിസ്ത്യാനോ പറയുമ്പോൾ ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പോർച്ചുഗൽ ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. ക്രിസ്ത്യാനോ ചരിത്രമാണ് കുറിച്ചത്. അതായത് പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി വേൾഡ് കപ്പിൽ 10 ഗോളുകൾ നേടുന്ന ആദ്യ താരം. യുസേബിയോ 9 ഗോളുകളാണ് നേടിയിരുന്നത്, അദ്ദേഹത്തെ മറികടന്നു. അതുകൂടാതെ 6 വേൾഡ് കപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരം. 6 വേൾഡ് കപ്പുകൾ എന്ന് പറയുമ്പോൾ 2006 ജർമ്മൻ വേൾഡ് കപ്പിൽ 1 ഗോള്, 2010 സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ 1 ഗോള്, 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ 1 ഗോള്, 2018 റഷ്യൻ വേൾഡ് കപ്പ് അന്നാണ് അദ്ദേഹം സ്പെയിനിനെതിരെ ഹാട്രിക്കൊക്കെ നേടി 4 ഗോളുകൾ നേടിയത്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ 1 ഗോളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2026 കാനഡ, മെക്സിക്കോ, USA വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ വക ഓൾറെഡി 2 ഗോളുകളായി കഴിഞ്ഞു. അപ്പോൾ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ ഏറ്റവും അധികം ഗോളുകൾ നേടിയത് ഏത് ടീമുകൾക്കെതിരെയാണെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് ഏറ്റവും അധികം ഗോൾ ക്രിസ്ത്യാനോ നേടിയത് സ്പെയിനിനെതിരെയാണ്, 3 ഗോളുകൾ. അതേസമയം ക്രിസ്ത്യാനോ 2 ഗോളുകൾ നേടിയ ടീമുകളുണ്ട്. ഘാനക്കെതിരെ 2 ഗോളുകളുണ്ട് എന്ന് പറഞ്ഞാൽ 2014 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ 1 ഗോൾ നേടി, 2022 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ 1 ഗോൾ നേടി. അങ്ങനെ ഘാനക്കെതിരെ 2 ഗോളുണ്ട്. പിന്നെ ഉസ്ബെക്കിനെതിരെ ഇപ്പോൾ 2 ഗോളുകളായി. ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ 2 ഗോളുകളായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ഗോളുകൾ വന്നിട്ടുള്ള എതിരാളികൾ പ്രധാനമായിട്ടും ഇറാനെതിരെ അദ്ദേഹത്തിൻ്റെ 1 ഗോളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൊറിയ DPRനെതിരെ അദ്ദേഹം 1 ഗോള് നേടിയിട്ടുണ്ട്. പിന്നെ മൊറോക്കോക്കെതിരെ അദ്ദേഹം 1 ഗോള് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ കണക്ക്. അപ്പോൾ ഏറ്റവും അധികം വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോൾ നേടിയിട്ടുള്ളത് സ്പെയിനിനെതിരെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗോളുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ടോട്ടൽ ഗോളുകൾ, CR7 ഗോളടിച്ച മറ്റൊരാൾ അന്താരാഷ്ട്ര ഫുട്ബോളിലില്ല. 230 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 145 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. ഈ 145 ഗോളുകളിൽ അദ്ദേഹം ഏറ്റവും അധികം ഗോൾ അടിച്ചത് ലക്സംബർഗിനെതിരെയാണ്. 11 ഗോളുകളാണ് അദ്ദേഹം ലക്സംബർഗിൻ്റെ വലയിലേക്ക് അടിച്ചത്. രണ്ടാമത് ഹംഗറിയാണ്, 9 ഗോളുകൾ അടിച്ചു. മൂന്നാമത് അർമേനിയ, ലിത്വാനിയ, സ്വീഡൻ, ഈ ടീമുകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക 7 ഗോളുകളുണ്ട്. അടുത്ത നോക്കണം, അണ്ടോറക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക 6 ഗോളുകളുണ്ട്. ലാറ്റ്വിയ, സ്വിറ്റ്സർലൻഡ് ടീമുകൾക്കെതിരെ 5 വീതം ഗോളുകളാണെങ്കിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫെറോ ഐലൻഡ്, നെതർലൻഡ്സ്, പോളണ്ട്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, സ്പെയിന്, ഈ ടീമുകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക 4 വീതം ഗോളുകളുണ്ട്. പിന്നെ ബെൽജിയം, ലിച്ചൻസ്റ്റീന്, നോർത്തേൺ അയർലൻഡ്, റഷ്യ, സ്ലോവാക്യ, ഈ ടീമുകൾക്കെതിരെ 3 വീതം ഗോളുകളുണ്ട്. അസർബൈജാന്, കാമറൂണ്, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഈജിപ്ത്, ഫ്രാൻസ്, ജർമ്മനി, ഘാന, ഐസ്ലൻഡ് ടീമുകൾ, പിന്നെ ഇപ്പോൾ കസാക്കിസ്ഥാൻ, സൗദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഈ ടീമുകൾക്കെതിരെ 2 വീതം ഗോളുകളുണ്ട്. അർജൻറ്റീന, ഇക്വഡോർ, ഫിൻലാൻഡ്, ഗ്രീസ്, ഇറാൻ, ഇസ്രായേൽ, മൊറോക്കോ, ന്യൂസിലാൻഡ്, നോർത്ത് കൊറിയ, പനാമ, ഖത്തർ, സ്കോട്ട്ലൻഡ്, സെർബിയ, യുക്രൈൻ, വെയിൽസ് ടീമുകൾക്കെതിരെ ഓരോ ഗോളുകളുമുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ 145 ഗോളുകൾ വന്ന എതിരാളികൾ. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹം ടോട്ടൽ 10 ഗോളുകൾ അടിച്ചു. കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് സ്പെയിനിനെതിരെ 3 ഗോളുകൾ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹം ടോട്ടൽ 145 ഗോൾ അടിച്ചു. കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് ലക്സംബർഗിനെതിരെ 11 ഗോളുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.